ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രാത്രികൾ കഷ്ടതകളെ സൂചിപ്പിക്കുന്നു. ശിഷ്യന്മാരിൽ പ്രധാനിയായിരുന്നു ശീമോൻ പത്രോസ്. ശീമോൻ എന്ന വാക്കിനർത്ഥം ഞാങ്ങണ എന്നാണ്. ചാഞ്ചാടുന്ന ഒന്നാണ് ഞാങ്ങണ. എന്നാൽ ശീമോനെ പാറയായ പത്രോസാക്കി യേശു മാറ്റി. 3 രാത്രികൾ പത്രോസിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി. ആദ്യത്തെ രാത്രിയെക്കുറിച്ച് നാം വായിക്കുന്നത് ലൂക്കോസ് 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലാണ്. യേശു ഗന്നസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് വന്ന് അവനെ തിക്കി. കരയ്ക്ക് നിൽക്കുന്ന 2 പടക് യേശു കണ്ടു. അവയിൽ മീൻപിടുത്തക്കാർ ഇറങ്ങി വല കഴുകുന്നതും കണ്ടു. അവർക്ക് ആശ നശിച്ച രാത്രിയായിരുന്നു അത്. ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി. പടക് കരയിൽ നിന്ന് അല്പം നീക്കുവാൻ പത്രോസിനോട് പറഞ്ഞു. അങ്ങനെ അവൻ പടകിൽ ഇരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് വല ഇറക്കുവാൻ പറഞ്ഞു. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും തങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്നും, എന്നാൽ യേശുവിൻ്റെ വാക്കിന് വല ഇറക്കാമെന്നും പത്രോസ് പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ വലിയ മീൻകൂട്ടം വലയിൽ കയറി വല കീറാറായി. ലൂക്കോസ് 5:8 പറയുന്നു, ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യൻ ആകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. എന്നാൽ യേശു അവനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവൻ ആകും എന്നും പറഞ്ഞു. പിന്നെ അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. യേശു പത്രോസിനെ മനുഷ്യരെ പിടിക്കുന്നവനാക്കി മാറ്റി. ഞാങ്ങണ പാറയായി. പെന്തക്കോസ്ത് നാളിൽ 3000 പേരെ സഭയിലേക്ക് പ്രവേശിപ്പിക്കുവാൻ ദൈവം ഉപയോഗിച്ച വ്യക്തിയായി മാറി. പത്രോസിന്റെ ജീവിതത്തിലെ 2ാമത്തെ രാത്രിയെക്കുറിച്ച് മത്തായി 26-ാം അധ്യായം 69 മുതൽ 75 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. യേശുവിനെ പിടിച്ചു എന്ന് കേട്ടപ്പോൾ പത്രോസ് ദൂരവെ മഹാപുരോഹിതന്റെ അരമനയോളം ചെന്നു. യേശുവിൻ്റെ കൂടെ സദാസമയവും സഞ്ചരിച്ചിരുന്നവൻ, ആരൊക്കെ ഉപേക്ഷിച്ചാലും താൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന് ആണയിട്ട് പറഞ്ഞവൻ, യേശു പിടിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ യേശുവിൽ നിന്നും ദൂരെ മാറി നിന്നു. നമ്മുടെ ജീവിതത്തിലും കഷ്ടങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നാം യേശുവിൽ നിന്നും അകലം പാലിച്ചാൽ വീണുപോകും. മറ്റുള്ളവരുടെ മുൻപിൽ പത്രോസ് 3 തവണ യേശുവിനെ തള്ളിപ്പറഞ്ഞു. അപ്പോൾ കോഴി കൂകി. അപ്പോൾ യേശു പത്രോസിനെ ഒന്ന് തിരിഞ്ഞു നോക്കി. ആ നോട്ടം പത്രോസിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വിങ്ങലുണ്ടാക്കി. ആ രാത്രി അനുതാപത്തിന്റെ രാത്രിയായി. അവൻ അതിദുഃഖത്തോടെ കരഞ്ഞു. ആ അനുതാപം യേശുവിൻ്റെ ഒരു ധീര പടയാളിയായി അവനെ മാറ്റി. പത്രോസിന്റെ ജീവിതത്തിലെ 3ാമത്തെ രാത്രി യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള രാത്രിയായിരുന്നു. ഈ രാത്രിയെക്കുറിച്ച് യോഹന്നാൻ 21-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റ ശേഷവും പത്രോസ് പിന്മാറ്റത്തിലേക്ക് പോയി. പത്രോസ് മീൻ പിടിക്കാൻ പോയി. മറ്റ് ശിഷ്യരും അവനോട് കൂടെ ചേർന്നു. യേശുവില്ലാതെ അവർ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും പിടിച്ചില്ല. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യോഹന്നാൻ 21:5-6 വാക്യങ്ങളിൽ വായിക്കുന്നു, യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടകിന്റെ വലതുഭാഗത്ത് വല വീശുവീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി. മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. അത് കർത്താവാണെന്ന് പത്രോസിന് മനസ്സിലായി. താൻ നഗ്നനാകയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. അവർ കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട്, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. പത്രോസിനെ തൻ്റെ ആടുകളെ മേയ്ക്കുവാനുള്ള വലിയ ദൗത്യം ഏൽപ്പിച്ചു. പത്രോസിന്റെ ജീവിതത്തിലെ 3 രാത്രികളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതം